എന്നിട്ടോ എന്തേ അവരങ്ങനെ വരാൻ കാരണം? നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുർബലത എന്ന് ബാധിക്കും. നിങ്ങളെ ബാധിക്കുന്ന ഒരു ദുർബലയാണ്. എന്താണ് ദുർബലതയ്ക്ക് കാരണം? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോട് നിങ്ങൾക്ക് വലിയ സ്നേഹമുണ്ടാകും, മരിക്കാൻ പേടിയുമായിരിക്കും. ദീനിന്റെ ഒരു കാര്യവും നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ എനിക്കും നിങ്ങൾക്കുമുള്ള ബാധ്യത ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങൾ അറിയലാണ്. അറിഞ്ഞാലും പോരാ, ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിലേ പറഞ്ഞില്ലേ, അറിഞ്ഞ ആശയങ്ങൾ പറയാനുള്ളതല്ല, പറയാൻ മാത്രമുള്ളതല്ല, ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ളത് കൂടിയാണ്. അങ്ങനെ അറിഞ്ഞ ആദർശങ്ങളെ തന്റെ ജീവിതത്തിൽ ത്യാഗം സഹിച്ചുകൊണ്ട് ഇസ്ലാമികമായി കൊണ്ടു നടന്ന് ഇസ്ലാമിനെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ മറ്റുള്ളവരോട് ഒരു ബലപ്രയോഗങ്ങളുമില്ലാതെ ഇസ്ലാമിന്റെ ആശയങ്ങളെ എല്ലാ നിലക്കും തുറന്ന് ആദർശത്തെ മൂടിവെക്കാതെ കൃത്യമായ ജനങ്ങളോട് ദഅവത്തും നടത്തിയിട്ട് ഇസ്ലാമികമായ ബാധ്യത നിർവഹിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്തം. തെറ്റിദ്ധരിച്ചവന്റെ തെറ്റിദ്ധാരണ വളർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അരുനിന്നു കൊടുക്കാതെ ആ തെറ്റിദ്ധാരണകൾ തീർക്കുന്ന, അതിനെതിരെ പ്രമാണങ്ങളെന്ന ആയുധമേന്തിക്കൊണ്ട്, പ്രമാണങ്ങളെന്ന ആയുധമെടുത്തിക്കൊണ്ട്, പ്രണയമല്ല ആയുധം, ബോംബല്ല ആയുധം, കത്തിയല്ല ആയുധം, മാരകായുധങ്ങളല്ല ആയുധം, നമുക്കായുധം ഖുർആനാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളാണ്. അത് കയ്യിലേന്തിക്കൊണ്ട്, അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ട് ഇസ്സത്തോടെ മുസ്ലിമായി ജീവിക്കുക. എങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും. ആ ഒരു മാർഗത്തിലേക്ക്, ആ ഒരു വഴിത്താരയിലേക്ക് എത്രയും വേഗം നമ്മൾ മടങ്ങി വരണം. അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ രൂപത്തിലുള്ള ഉത്ബോധനങ്ങൾ നമ്മുടെ ഗൃഹങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ അത് മുഴങ്ങണം. ആ രൂപത്തിൽ ഇസ്ലാമികമായ സുന്ദരമായ നിയമാവലികളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അകവും പുറവും മുസ്ലിമായി കൊണ്ട് ജീവിക്കണം. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. പരമകാരുണികനായ നാഥൻ എനിക്കും നിങ്ങൾക്കുമെല്ലാം അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്നും ദുഷ്പ്രചരണങ്ങളിൽ നിന്നും ഇസ്ലാമിനെ ചെറുത്ത് ആ നിലക്ക് അതിനോട് യുദ്ധത്തിന് വരുന്ന ആളുകളോട് പ്രമാണങ്ങളുമായി നേരിടാനുള്ള കരുത്തും ആരോഗ്യവും റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമികമായ നിയമാവലികൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, അപമാനങ്ങളിൽ നിന്നും, മാനക്കേടുകളിൽ നിന്നും, നാണക്കേടുകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.